ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ടൂള് എല്ലാ ആൾക്കാർക്കും വർക്കാകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു പക്ഷേ നിങ്ങൾ എന്നോട് തർക്കിക്കും, എനിക്ക് നടക്കുന്നില്ലല്ലോ, ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഞാൻ പറയുന്നു, ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കുന്നതാണ്. എങ്ങനെയാ? ഭൂഗുരുത്വാകർഷണ ബലം പോലെ എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കുന്നതാണ്. അത് ഓരോ ആൾക്കാരുടെയും ആ സമയത്തുള്ള അവരുടെ ചിന്താഗതിയും അവരുടെ ഫീലിങ്സ് ഇമോഷൻസിനെ ബേസ് ചെയ്തിരിക്കും. അത് നെഗറ്റീവായിട്ടാണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവായിട്ടാണെങ്കിൽ പോസിറ്റീവായിട്ട്. അപ്പോഴെന്തുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റും എനിക്ക് മാത്രം എന്താ നെഗറ്റീവായിട്ടല്ല, എനിക്ക് മാത്രം എന്താ ഓപ്പോസിറ്റായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നത്? ഏറ്റവും അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടെൻഷൻ. അവർ ടെൻഷനാവുന്നു, അതായത് ഒരു പിരിമുറുക്കം. നിങ്ങളൊന്ന് നോക്കി, ഇപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൈ മുഷ്ടി ഉണ്ടല്ലോ, മുഷ്ടി ഒന്ന് ചുരുട്ടി പിടിച്ച് നോക്കിയേ. അതൊരു പിരിമുറുക്കമാണല്ലേ, പിരിമുറുക്കി വെച്ചിരിക്കുക. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പിരിമുറുക്കി വെച്ചിരിക്കുന്ന കൈ അല്ലെങ്കിൽ മുറുക്കി വെച്ചിരിക്കുന്ന കൈക്കകത്ത് എന്തെങ്കിലും പോവും? ഒന്നും പോകത്തില്ല. അതുപോലെയാണ് ടെൻഷൻ. കൈ മുഷ്ടി ഓപ്പണാക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് എന്താ പറ്റൂ, അല്ലെങ്കിൽ പിരിമുറുക്കം അല്ലെങ്കിൽ ടെൻഷൻ വിട്ടുകൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ ഡൗട്ട് വിട്ടുകൊടുത്താൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള കാര്യം നമ്മളിലേക്ക് എത്തത്തുള്ളൂ. സമാധാനമായിരിക്കൂ, ശാന്തമായിരിക്കൂ. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. പണ്ട് ഒരു വിഭാഗം ആൾക്കാർ കുരങ്ങന്മാരെ പിടിച്ചിരുന്ന ഒരു കഥ. അതായത് അവർ തേങ്ങയ്ക്കുള്ളിൽ അല്ലെങ്കിൽ കരിക്കിനുള്ളിൽ കുറച്ച് കപ്പലണ്ടി ഇട്ട് വെച്ചിരിക്കും. എന്നിട്ട് അത് പല പല സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്. ഇത് കുരങ്ങൻ കാണും. ഈ കുരങ്ങനാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു കപ്പലണ്ടി എടുക്കാനായിട്ട് തേങ്ങയ്ക്കകത്ത് കൈയിടും, അല്ലെങ്കിൽ ആ കരിക്കിനകത്ത് കൈയിടും. കുരങ്ങനറിയാം അതിനകത്ത് കപ്പലണ്ടി ഉണ്ടെന്ന്. അപ്പോൾ കൈയിട്ട് നോക്കുമ്പം കപ്പലണ്ടി കിട്ടിയ ഉടനെ എന്ത് ചെയ്യും? അത് ആ കൈ കൊണ്ട് ഇങ്ങനെ ചുരുട്ടി പിടിക്കും. മുഷ്ടി ചുരുട്ടി വെച്ചിരിക്കുമ്പോഴോ ഇത് ഈ തേങ്ങയ്ക്ക് ഉള്ളിൽ നിന്നും കൈ പുറത്തേക്ക് വരത്തില്ല, അവിടെ സ്റ്റക്കായി നിൽക്കും. ആ സമയം കൊണ്ട് ഈ തേങ്ങയിൽ കെണി വെച്ചിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ആ കയറ് പെട്ടെന്ന് പിടിച്ച് വലിക്കും, അങ്ങനെ കുരങ്ങനെ പിടിക്കുകയും ചെയ്യും. അതുപോലെയാണ് നമ്മളും. ആ സമയത്ത് ആ ഒരു കുരങ്ങൻ ആ കൈയെ ഒന്ന് റിലീസ് ചെയ്തിരുന്നെങ്കിൽ അതിന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ മുറുക്കെ പിടിച്ചിരുന്നു. ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ നമ്മൾ ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് വെപ്രാളപ്പെടുകയോ അല്ല ചെയ്യേണ്ടത്. ജസ്റ്റ് റിലാക്സ് ചെയ്യുക. ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ഔട്ട്പുട്ടിനെ കുറിച്ച്, ഫലത്തെക്കുറിച്ച് ഒക്കെ പിടിച്ചിരിക്കും, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെയല്ല ചെയ്യണം. ജസ്റ്റ് വിട്ടുകൊടുക്കുക, ആ പ്രപഞ്ചത്തിൻ്റെ സമയത്തിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കുക. ഒരു അറിയിപ്പുണ്ട്, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രീൻ ട്രൂത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിൽ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായി ഇപ്പോൾ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അവിടെ എല്ലാ ദിവസവും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഫ്രീ സെഷൻസ് അവൈലബിൾ ആണ്. താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫാമിലിയോട് അസോസിയേറ്റ് ചെയ്യും. അതുപോലെ ഇന്ന് വരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റോറിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും നമ്മൾ അതിൽ സ്റ്റക്കായി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. പലപ്പോഴും പല ആൾക്കാരും മറന്നു പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാറില്ല, വിട്ടുകൊടുക്കാറില്ല. എപ്പോഴാണോ നമ്മൾ നമ്മുടെ യൂണിവേഴ്സിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുന്നത്, ആ സമയത്ത് നമ്മൾ ഫ്രീ ആവും. അപ്പം എന്താ മനസ്സിലാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഫ്രീ ആവുന്ന സമയത്ത് നമ്മൾ ഒന്നിനെ കുറിച്ച് വെറൈഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, ഞാൻ ചോദിച്ച ഒരു കാര്യം ആ പ്രപഞ്ചശക്തി എന്നിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന്. ആ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലാണ്, അബണ്ടൻസിലാണ് ഞാൻ ജീവിക്കുന്നുവെന്ന് തോന്നാതെ വരുമ്പോഴാണ് നമ്മൾ സ്റ്റക്കാവുന്നതും. നമ്മൾ വീണ്ടും എന്തുകൊണ്ട് എനിക്ക് നടക്കുന്നില്ല, എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല, എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, ഈ തരത്തിലുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുക്കുമ്പോൾ ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അട്രാക്റ്റ് ചെയ്യുന്നത്. വിട്ടുകൊടുക്കുക. ഞാൻ എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, നമ്മൾ ദൈവത്തെ പോലെ തന്നെ ആയിരിക്കണം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദൈവം എപ്പോഴും ടെൻസ്ഡ് ആണെന്ന്? എന്താ ഇങ്ങനെ, ദൈവം അങ്ങനെ ചിന്തിക്കുന്നുണ്ട്? ഇല്ല, നമ്മളാണ് അങ്ങനെ ടെൻസ്ഡ് ആവുന്ന കാര്യങ്ങളിലൊക്കെ. നമ്മളും ദൈവത്തെ പോലെ ആവുക. ഒന്നിനെ കുറിച്ച് ടെൻഷൻ ആവാതെ, ഒന്നിനെ കുറിച്ച് വെപ്രാളപ്പെടാതെ, ശാന്തമായി സന്തോഷത്തോടെ സംതൃപ്തിയോടുകൂടി ഇരിക്കുക, ഗ്രേറ്റ്ഫുള്ളോടുകൂടി. ആ പ്രപഞ്ചശക്തിക്ക് അല്ലെങ്കിൽ ദൈവത്തിനറിയാം ഈ ഒരു പ്രപഞ്ചത്തിനകത്ത് എല്ലാം ഉണ്ട്. അബണ്ടൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്.
സോ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ലല്ലോ. എപ്പോഴാണോ നമുക്കൊരു കാര്യം ഇല്ലാതെ വരുമ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ടെൻഷൻ ആവുന്നത്. പക്ഷെ എല്ലാം ഉണ്ടെങ്കിലോ നമ്മൾ ടെൻഷൻ ആവില്ല. അതുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് പറയുന്നത്, റിസീവ്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ബിലീവ്. എനിക്കത് ഉണ്ട്, ഞാൻ അതിലാണ് ഇപ്പം സന്തോഷം കണ്ടെത്തുന്നത്, അതിൽ ഞാൻ നല്ലപോലെ ആസ്വദിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയണമെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നോടൊപ്പം തന്നെ ഉണ്ട്, എൻ്റെ വൈഫ് എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ധാരാളം പണമുണ്ട്, ഞാൻ നല്ല ആരോഗ്യവാനും ആരോഗ്യവതിയുമാണ്, എനിക്കിപ്പോൾ നല്ല ജോലിയുണ്ട്, ഞാൻ എക്സാമിന് പാസ്സായി. പക്ഷെ നമ്മൾ പറയുന്നത് മൊത്തം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അല്ലേ? എനിക്ക് ജോലിയില്ല, എനിക്ക് പണമില്ല, എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ല, എൻ്റെ വൈഫോ എൻ്റെ ഹസ്ബൻഡോ സ്നേഹിക്കുന്നില്ല, അവൾ എന്നെ ബ്രേക്കപ്പ് ആക്കി പോയി. അപ്പോൾ ഇതൊന്നും അബണ്ടൻസിനെ കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇല്ലായ്മയാണ്. അപ്പം നമ്മളിലേക്ക് വരുന്നതും ഇല്ലായ്മയായിരിക്കും. പ്രപഞ്ചം എന്ന് പറയുന്നത് അനന്തമാണ്. നമുക്കൊരിക്കലും അതിൻ്റെ ചിന്തകളിലോ അല്ലെങ്കിൽ ദൃഷ്ടിയിലോ കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ ഫിസിക്കലായിട്ടുള്ള നമ്മളോ ലിമിറ്റഡ് ആണ്. ഈ ലിമിറ്റിൽ നിന്നും അൺലിമിറ്റഡിലേക്ക് നമ്മൾ നോക്കുന്നത്. ആ അൺലിമിറ്റഡിൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ കാണാൻ സാധിക്കണം. ആ അൺലിമിറ്റഡിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് നിങ്ങളുടെ ചിന്തകളിൽ വരുന്ന എന്ത് കാര്യമായിക്കോട്ടെ അത് ഈ പ്രപഞ്ചത്തിനകത്തുണ്ട്. നിങ്ങളുടെ ചിന്തകൾ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രപഞ്ചത്തിൽ അത് ഓൾറെഡി സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സംശയത്തോടെ നോക്കുകയാണ് അതെപ്പോൾ വരും, അത് നടക്കുമോ, ഓടുവോ, ചാടുവോ, പറക്കുമോ എന്നൊക്കെ. ആ അൺലിമിറ്റഡിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രപഞ്ചം, ആ യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഗോഡ്, ദൈവം എന്ന് പറയുന്നത് ഞാനാണ് എന്ന് ആ ബോധ്യം വരണം. ഈ ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നു. ആരാ ദൈവം? അത് ഞാനാണ്. ഈ പ്രപഞ്ചത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ പ്രപഞ്ചത്തിനുള്ള ഒരു അംശമാണ് ഞാൻ. അതെന്നാണോ തിരിച്ചറിയുന്നത്, അന്ന് ഈ അബണ്ടൻസിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. കാണുന്നതെല്ലാം അനുഗ്രഹങ്ങളാണ്, ലഭിച്ചതെല്ലാം അനുഗ്രഹങ്ങളാണ്. ശരിയല്ലേ? ഈ പ്രപഞ്ചത്തിൽ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, തിരിച്ചു പോകുമ്പോഴും ഒന്നും കൊണ്ടുപോയിട്ടില്ല. എന്തുകൊണ്ടാ? ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ നമ്മൾ ജനിച്ചപ്പോൾ ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല? ആ സൃഷ്ടാവിനറിയാം അവന് വേണ്ടതെല്ലാം ഈ പ്രപഞ്ചത്തിനകത്തുണ്ടെന്ന്. അവനത് തേടി അല്ലെങ്കിൽ അവൻ നേടിയെടുത്താൽ മാത്രം മതി. അവന് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. സമ്പത്തില് അത്രമാത്രം ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരും ഈ യൂണിവേഴ്സിനകത്തുള്ളതാണ്. സമ്പത്തിൽ ഒട്ടും തന്നെ ഇല്ലാത്ത ആൾക്കാരും ഈ പ്രപഞ്ചത്തിനുള്ളിലാണ്. എന്തുകൊണ്ട് അവർക്കത് കിട്ടി, എന്തുകൊണ്ട് ഇവർക്കത് കിട്ടുന്നില്ല? രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ എന്തു പറ്റി? ചിന്തിച്ചു നോക്കിയേ. എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതെനിക്കുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് പോവുക. ആ പ്രപഞ്ചത്തിൻ്റെ ഒരു അംശമാണ് ഞാൻ. അപ്പോൾ ഈ പ്രപഞ്ചത്തിനകത്തുള്ള അബണ്ടൻസിനെ എല്ലാം എനിക്ക് ആസ്വദിക്കാനും കഴിയുമെന്ന് നമുക്ക് വിശ്വാസം വേണം. പരാതികളല്ല പറയേണ്ടത്. അതിൽ ഗ്രേറ്റ്ഫുള്ളോട് കൂടി ഓരോ കാര്യവും ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ദൈവത്തിനോട് നന്ദി പറഞ്ഞ് സ്വീകരിക്കുക. എന്നോട് സൂചിപ്പിക്കുന്നു, നിങ്ങളെ പ്രപഞ്ചത്തിലേക്ക് എന്തെങ്കിലും ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓർഡർ നിങ്ങളെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. ബാലൻസ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് പ്രപഞ്ചമാണ്. ജസ്റ്റ് റിലാക്സ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ട് ശാന്തമായിട്ടിരിക്കുക. അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതിൽ ആസ്വദിച്ച് ഗ്രേറ്റ്ഫുള്ളോട് കൂടി താങ്ക് യു പറഞ്ഞ് മുന്നോട്ട് പോവാം. ടെൻഷൻ ആവരുത്. ഓക്കെ, ബി കൂൾ. എല്ലാം നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. എല്ലാ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് നടക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, ആരോഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു.